ഫയർഫ്ലൈ സംഘം ആദ്യമായി ദേശീയ ബഹുമതിക്ക് പാത്രമാകുന്നത് ചിരഞ്ജീവി ചിത്രമായ അഞ്ചിയിലൂടെയാണ്. ഫാന്റസി സിനിമയുടെ അനന്ത സാധ്യതകൾ പ്രേക്ഷകന് മുന്നിൽ തുറന്നിട്ട് അഞ്ചിയുടെ ഗ്രാഫിക്സ് വർക്ക് ശ്രദ്ധിക്കും. അഞ്ചി എന്ന് പറഞ്ഞ സിനിമയിൽ ഞങ്ങൾ കുറേയധികം വർക്കുള്ള ഒരു സാമ്പിൾ എന്ന് വെച്ചാൽ ഈ വെർച്വൽ സെറ്റ്സ് ആക്ച്വലി സെറ്റ് ക്രിയേറ്റ് ചെയ്യാതെ കമ്പ്യൂട്ടറിൽ ജനറേറ്റ് ചെയ്ത സെറ്റ് ഉപയോഗിച്ചിട്ടുള്ളൊരു സീനാണ്. അപ്പം ഒരു ഫാൻറ്റസി സീനാണ്. ഹീറോ ഒരു ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. അതിൻ്റെ ഉള്ളിൽ ഗ്രൗണ്ട് മുഴുവൻ തുറന്ന് കംപ്ലീറ്റ് ലാവയും ഇതൊക്കെ ആയിട്ടുള്ള ഫയർ ആയിട്ടുള്ളൊരു സ്ഥലം. അത് റിയലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവം, കമ്പ്യൂട്ടറിൽ മാറ്റി ചെയ്യാൻ പറ്റുന്ന സംഭവം. അങ്ങനെയാണ് ഇത് ആദ്യമായിട്ട് ചെയ്യുന്നത്. സൗണ്ട് എഫക്ട്സ് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് ഉണ്ട് അതിന്. ഇപ്പോൾ നമ്മളൊരു കത്തുന്ന കാണുമ്പോൾ ആ കത്തുന്ന സൗണ്ട് വരുമ്പോഴാണ് ഇതിനൊരു റിയലിസം വരുന്നത്. ഹീറോ അവിടെ വരുമ്പോൾ ഇത് വരുന്നു, അങ്ങോട്ടേക്ക് അപ്പുറത്തേക്ക് പോകാനുള്ളൊരു സംഭവം അവൻ പഴയ കാര്യത്തിൽ നിന്ന് ഓർമ്മിക്കണം. അവൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞത് ആ സമയത്ത് ഓർമ്മ വരുന്നു. അപ്പോൾ ഇതിൻ്റെ എതിരുടെ ഫ്ലോട്ടിംഗ് റോക്കിൻ്റെ മേലെ കൂടെ ചാടി അപ്പുറത്തെ സൈഡിലെത്തണം. പക്ഷെ അതിൻ്റെ ഇടയിൽ ദർ ആർ സം ഇൻവിസിബിൾ ബ്ലേഡ്സ്. ഇവൻ ആ ഒരു മനഃശക്തി കൊണ്ട് മാത്രമേ അവനത് കാണാൻ പറ്റുള്ളൂ, ആ ബ്ലേഡ്സ് ഉള്ളത്. അപ്പോൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ആ ബ്ലേഡും അവോയ്ഡ് ചെയ്തിട്ട് വേണം അപ്പുറത്തേക്ക് എത്താൻ. അപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബ്ലേഡും ഇല്ല, ഇത് സ്റ്റെപ്സും ഒന്നുമില്ല. നമ്മൾ വെറുതെ പിന്നെ ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുക, ഹീറോന് ഒരു സ്ഥലത്ത് നിന്ന് ചാടും. അപ്പോൾ ഓരോ ഷോട്ടിന് മുമ്പിൽ പറഞ്ഞു കൊടുക്കണം, ഇപ്പോൾ ഈ സമയത്ത് ഇവിടുന്ന് ബ്ലേഡ് ഇങ്ങനെ വരും. സോ ഇറ്റ്സ് CG ബേസിക്കലി ഇറ്റ്സ് ഓൾ അബൌട്ട് നമ്മൾ എത്രമാത്രം പ്രീ പ്ലാൻ ചെയ്യുന്നു, എത്രമാത്രം ക്ലിയർ ആയിട്ട് സ്റ്റോറി നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഷോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഹീറോ മാത്രമേ ഉള്ളൂ റിയലായിട്ട്, ബാക്കിയൊക്കെ ജനറേറ്ററാണ്. അപ്പോൾ ക്യാമറാമാൻ ഒരു ഐഡിയ ഉണ്ടാവണം, ഞാനിങ്ങനെ ഒരു ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സാധനങ്ങൾ പോകാനും ആ വിഷ്വൽ ബ്യൂട്ടിനെ കുറിച്ചൊക്കെ അയാൾക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. ഛത്രപതി എന്ന ചിത്രത്തിൽ നായകൻ കടലിനുള്ളിൽ സ്രാവുമായി ഏറ്റുമുട്ടുന്ന രംഗം ഗ്രാഫിക്സ് വൈദഗ്ധ്യത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ഒരു തുള്ളി വെള്ളം പോലും ശരീരത്തിൽ സ്പർശിക്കാതെയാണ് ഈ കടൽ യുദ്ധം ചിത്രീകരിച്ചിരിക്കുന്നത്. അതിൽ ഹീറോനെ ഫൈറ്റിൻ്റെ അവസാനം കയറിൽ കെട്ടിയിട്ട് വെള്ളത്തിലേക്ക് കടലിൻ്റെ അടിയിലേക്ക് എറിയാണ്. എന്നിട്ട് സ്രാവുകളുള്ള ഏരിയ ആണ്. ഇപ്പോൾ ഫിഷിംഗ് ഇതിൽ നിന്ന് താഴോട്ടേക്ക് എറിയാണ്. അപ്പോൾ ഈ ഒരു സീനിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഹീറോ വെള്ളം ടച്ച് ചെയ്തിട്ടേ ഇല്ല. കംപ്ലീറ്റ് നമ്മൾ ലൊക്കേഷനിൽ ഈ സ്റ്റുഡിയോയിൽ ബ്ലൂ മാനിൽ ഷൂട്ട് ചെയ്തു. ഈ കാണുന്ന വെള്ളം, മീനുകൾ, ലൈറ്റിംഗ് എഫക്റ്റ്, ഹീറോൻ്റെ മേലെയുള്ള ലൈറ്റ് എഫക്ട്സ്, ആ വെള്ളത്തിൻ്റെ ലൈറ്റ് എഫക്ട്സ് ഇതെല്ലാം കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആണ്. സോ ഇതിൻ്റെ താഴെ പോകുമ്പോൾ പെട്ടെന്നൊരു ഷാർക്ക് അറ്റാക്ക് ചെയ്യാൻ വരികയാണ് ഹീറോന്. ആ കഥയ്ക്കനുസരിച്ച് റഫായിട്ടൊരു മോഡൽ ഉണ്ടാക്കി ഹീറോ ഇങ്ങനെ താഴോട്ട് വരണം. എന്നുവെച്ചാൽ ഹീറോനെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അറിയണം ഏത് ആംഗിളിൽ, ഏത് ലെൻസിൽ, ഏതൊക്കെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഷൂട്ട് ചെയ്യണം എന്നുള്ളത്. സോ അതും ഈ പറഞ്ഞ പോലെ ആദ്യം അനിമേറ്റ് ചെയ്തു, അത് ബേസ് ചെയ്തിട്ടാണ് പിന്നെ ഫൈനൽ ഷൂട്ടിംഗ് നടന്നത്. ശരിക്കുള്ള കഥ എന്ന് വെച്ചാൽ ഇത് അടുത്ത് വരുമ്പോഴേക്കും അവർ ഇയാളെ പുറമേക്ക് എടുക്കും. അത് കഴിഞ്ഞ് പിന്നെയും രണ്ടാമത് താഴ്ത്തുമ്പോഴാണ് ഇത് അറ്റാക്ക് ചെയ്യുന്നത്. സോ അങ്ങനെ 2-3 പീസായിട്ടാണ് സീക്വൻസ്. സോ വെറെവർ ദർ ഈസ് ഡേഞ്ചർ, വെറെവർ ദർ ഈസ് പ്രോബ്ലം ഷൂട്ടിംഗ്, വെറെവർ ഇറ്റ്സ് ഇംപ്രാക്ടിക്കൽ ടു ഷൂട്ട്, അവിടെയൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ ജനറേറ്റഡ് എഫക്ട്സ് യൂസ് ചെയ്യും. ഈ ബേസിക്കലി കോൺസെപ്റ്റ് എന്തായിരുന്നു വെച്ചാൽ നമ്മൾ സാധാരണ എൻവയോൺമെൻറ്റിൽ നമുക്ക് ചുറ്റും എയറുണ്ട്, എയറിൻ്റെ ഡെൻസിറ്റി വളരെ കുറവാണ്. പക്ഷെ നമുക്ക് കാറ്റടിക്കുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ വെള്ളത്തിനിടയിൽ പോയി കഴിഞ്ഞാൽ വെള്ളം എന്ന് വെച്ചാൽ വളരെ ഡെൻസിറ്റി അധികമുള്ളൊരു എയറാണ്. സോ വാട്ട് എവർ ഹാപ്പൻസ് ഇൻ റിയൽ ലൈഫ് ഈസ് വാട്ട് ഹാപ്പൻസ് അണ്ടർനീത്ത്. പക്ഷെ എന്താ വെച്ചാൽ വളരെ സ്ലോ മോഷനിലായിരിക്കും. നമ്മൾ കൈ ഇങ്ങനെ മൂവ് ചെയ്യണമെങ്കിലും അതിൻ്റെ റെസിസ്റ്റൻസ് കൊണ്ട് മൂവ്മെൻറ്റ് സ്ലോ ആയിരിക്കും. ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്താ വെച്ചാൽ ഈ ഹീറോനെ ഷൂട്ട് ചെയ്ത് ഹൈ സ്പീഡിൽ ഷൂട്ട് ചെയ്തു. അപ്പം ഹീറോ വിൽ ബി മൂവിങ് എക്സ്ട്രീം സ്ലോ മോഷൻ, മുടിയൊക്കെ ഇങ്ങനെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അത് ബാക്ക്ഗ്രൗണ്ട് വെള്ളം വെച്ച് കഴിഞ്ഞാൽ വി ഫീൽ ഇറ്റ് ഈസ് അണ്ടർ വാട്ടർ. പിന്നെ ഈ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ ഷർട്ടൊക്കെ നമ്മൾ ഫ്ലോട്ട് ചെയ്യും. പുറമേ നിന്ന് കാണുമ്പോൾ നമ്മൾ ഷർട്ട് നനഞ്ഞിട്ട് ഒട്ടിയിട്ടുണ്ടാവും. പക്ഷെ വെള്ളത്തിൻ്റെ അടിയിലാകുമ്പോൾ വിൽ ബി ഫ്ലോട്ടിങ്, ഇല്ല എക്സാക്ട്ലി ലൈക്ക് നമ്മൾ ഈ എയറിൽ പറക്കുന്ന പോലെ തന്നെ ഉണ്ടാവുക. സോ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് കംപ്ലീറ്റ് ഷൂട്ടിങ് ചെയ്തത്. എഡിറ്റ് റെഫറൻസിന് വേണ്ടി നമ്മൾ ചെയ്തതാണ് ഷൂട്ട് ചെയ്ത സാധനം. എഡിറ്റിൽ ലെങ്ത്ത് ഫിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്കാൻ ചെയ്യുക. അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഒരു ഷാർക്കിൻ്റെ അതേ സൈസ് എക്സാക്ട്ലി സ്കെയിലൊരു മോഡൽ ഉണ്ടാക്കി മൂവ്മെൻറ്റിന് വേണ്ടി നമ്മൾ ട്രോളിൻ്റെ മേലെ ഫിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഇയാളെ മാറ്റി കമ്പ്യൂട്ടറിൽ അനിമേറ്റ് ചെയ്ത് നമ്മൾ വെച്ചു.